കോൺട്രാക്ട് വൈഫ്. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. വല്ലാത്തൊരു ധൃതിയിൽ മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറുന്നതിനിടയിൽ ആരൊക്കെയോ തട്ടിപ്പോകുന്നുണ്ടായിരുന്നു പീലി. പക്ഷെ ആരെയും ഒന്നിനെയും നോക്കാൻ നിന്നില്ല അവൾ. എത്രയും വേഗം റൂമിലെത്തണം, ഇല്ലെങ്കിൽ വീണ്ടും പിടിച്ചുകൊണ്ടുപോയി അതിനടുത്തുകൊണ്ട് ഇട്ടാലോ. ആ ഒരു ചിന്ത ഉള്ളിലേക്ക് വന്നതേ പെണ്ണിന്റെ കാലിന്റെ വേഗം കൂടിപ്പോയി. ഒടുക്കം ഓടി ചെന്ന് അവസാനം ഇടിച്ചു നിന്ന് വൈദ്യയുടെ നെഞ്ചത്തായിരുന്നു. പെട്ടെന്നുള്ള ഇടിയിൽ പീലി നിലത്തി വീഴാതിരിക്കാനായി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുപോയവൻ. പീലിയും പേടിയോടെ കണ്ണടച്ച് നിന്നുപോയി. കുറച്ച് സമയത്തിന് ശേഷവും ഇനിയും താൻ താഴെ വീണില്ലെന്നറിഞ്ഞതും പീലി പതിയെ കണ്ണു തുറന്നു നോക്കി. തന്നിൽ മിഴികൾ ഉറപ്പിച്ച് നിൽക്കുന്ന തിളങ്ങുന്ന പൂച്ചക്കണ്ണുകളാണ് അവൾ ആദ്യം കണ്ടത്. താൻ ആളുടെ കൈക്കുള്ളിലാണെന്നറിഞ്ഞതും വെപ്രാളത്തോടെ കുതിറിമാറിയവൾ. സോറി, പെട്ടെന്ന് കണ്ടില്ല. ഇമച്ചിമാതയുള്ള അവന്റെ നോട്ടത്തിൽ തെല്ലൊരു വല്ലായ്മയോടെ പീലി പറഞ്ഞതും വൈദ്യം ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇവിടെ വന്നതിൽ പിന്നെ ഇത്രയും അടുത്ത് തനിച്ചെന്നൊരു സംസാരം ഇതാദ്യമാണ്. അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ തൻ്റെ മാത്രമായി തീരേണ്ടവളാണ്. ഇന്ന് അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ മറ്റൊരാൾക്ക് സ്വന്തമാണ്. ഓർക്കുമ്പോൾ ഇനിയും ഉണങ്ങാത്ത മുറിവിൽ നിന്നും രക്തം കിനിയും പോലെ തോന്നിപ്പോയവന്, മറ്റെന്തോ ആലോചിച്ച് നിൽക്കുന്നവനെ ഒരിക്കൽ കൂടി നോയിക്കൊണ്ട് പീലി വേഗം മുന്നോട്ട് നടന്നു. ആദ്യമായി കാണുന്ന വൈദ്യയുടെ നോട്ടവും ഭാവവും ഒക്കെ പീലിൽ എന്തിനോ അസ്വസ്ഥത തീർത്തുപോയി. പിന്നെ ആവിധ ചിന്തകളെല്ലാം അയച്ചുകൊണ്ട് അവൾ റൂമിനുള്ളിലേക്ക് കയറി. അല്ലെങ്കിൽ തന്നെ ഈ സിംഹത്തിന്റെ കൊട്ടാരത്തിൽ അവനെ അല്ലാതെ മറ്റാരെക്കുറിച്ച് ഓർക്കാനാണ്? അവന്റെ ദേഷ്യത്തെ അല്ലാതെ മറ്റാരും ഭയപ്പെടാനാണ്? വാഷ്റൂമിനുള്ളിൽ കയറി ഷവറിന് ചുട്ടിൽ നിന്ന് തലയിലൂടെ വെള്ളമൊഴുകി ഉടലൊന്നാകെ തണുത്തപ്പോഴാണ് പീലിയുടെ വിറയിലൊന്ന് നിന്നത്. സത്യത്തിൽ എങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് പോലും അറിയില്ല. അത്രയും വേഗത്തിൽ ഇനി അവന്റെ കയ്യിൽപ്പെടാതെ ഓടി രക്ഷപ്പെട്ടതാണവൾ. ഇന്ന് താൻ ജീവനുള്ളൊരു കടുവയെ തൊട്ടു. ആ ചിന്ത പോലും വല്ലാത്തൊരു ഉൾക്കിടലത്തോടെ പീലി ഓർത്തുപോയി. ഇനിയും ഒടുങ്ങാത്ത പേടിയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചതും ഇതിനെല്ലാം കാരണക്കാരനായവനോടുള്ള പിണക്കവും ഒന്ന് കൂടി. ശരീരത്തിനൊപ്പം പേടിയിൽ ഉരുകുന്ന മനസ്സും കൂടി തണുക്കുവോളം പീലി വെള്ളത്തിന് ചുവട്ടിൽ തന്നെ നിന്നു. ഏറെ നേരമെടുത്ത് കുളിച്ചു കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് റോസും നീലയും ചേർന്ന ഒരു ധാവണി എടുത്ത് ചുറ്റി നനഞ്ഞ മുടിയിഴകളൊന്നാകെ ഒരു തുണിയിൽ ചുറ്റി കെട്ടിവെച്ച് അവൾ റൂമിലേക്ക് വന്നപ്പോഴേക്കും അവളെയും പ്രതീക്ഷിച്ചെന്ന പോലെ സോഫിലായി ഇരിക്കുന്നുണ്ട് ദക്ഷ്. കയ്യിലൊരു വോഡ്കയുടെ ഗ്ലാസ്സുമുണ്ട്. അത് കണ്ടതേ പീലിയുടെ മുഖം സുളിഞ്ഞു. കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കിയതും അതിൽ നിന്ന് അല്പം കുടിച്ചുകൊണ്ട് പീലിയെ ഉറ്റുനോക്കിയവൻ. ആ നിമിഷം നിന്ന നിൽപ്പിൽ പീലിയൊന്നും പരിങ്ങിപ്പോയി. വേറൊന്നുമല്ല, ഇനി ഇതും എൻ്റെ ശീലമാണ്, നീയും ഇതിൻ്റെ രുചി അറിയണമെന്നൊക്കെ പറഞ്ഞ് അത് തന്നെ കൊണ്ട് കുടിപ്പിച്ചാലോ എന്നൊരു ഭയം. അങ്ങനെ ഒരു ചിന്ത ഉള്ളിലേക്ക് വന്നത് പിന്നെ അവനെന്നൊരാൾ അവിടെ ഇരിപ്പുണ്ടെന്ന് പോലും അറിയാത്ത പോലെയായിരുന്നു അവളുടെ ഓരോ ചലനങ്ങളും. എന്നാലും കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്ന് നെറ്റിയിൽ സിന്ദൂരം തൊടുമ്പോൾ മാത്രം അവൾ പോലും അറിയാതെ അവനെ നോക്കിപ്പോയി. അവന്റെ തീക്ഷ്ണമായ നോട്ടവും അവളിൽ തന്നെയാണ്. അവളുടെ ആ പ്രവൃത്തിയിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കെ അവന്റെ ചുണ്ടിൽ വിരിയേണ്ട പുഞ്ചിരി കണ്ണിൽ മാത്രമായി തെളിഞ്ഞു. മറ്റെങ്ങും നോക്കാതെ തന്നിൽ മാത്രമായി ഉറച്ചു നിൽക്കുന്ന അവന്റെ നോട്ടം കാണി പീലി വെപ്രാളത്തോടെ മുഖം വെട്ടിച്ച് കളഞ്ഞു. പിണക്കാണെന്ന് കൂടി വിചാരിച്ചോട്ടെ, സിംഹം ശരിക്കും സിംഹം തന്നെയാണ്. എന്റെ കൂട്ടുകാരനെ നീ പരിചയപ്പെടുവൈക എന്ന് പറയുന്ന പോലെയല്ലേ ആ കടുവയുടെ മുമ്പിൽ പോയി തന്നെ ഇട്ടത്. ഉള്ളാലഞ്ഞൊടിഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കാതെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും ഒരു കൈ നീട്ടിപ്പിടിച്ച് ഒറ്റ വലിക്കവൻ പീലിയെ മടിയിലേക്ക് ഇട്ടിരുന്നു. വേദനയോടെ അവൾ അവനെ കണ്ണുരുട്ടി നോക്കി. അവളിലെ ദേഷ്യക്കാരിയെ നോക്കിക്കൊണ്ട് തന്നെ അവൻ വീണ്ടും ഓടുക്കാൻ തുടങ്ങി. എന്താ ഇന്നലെ എന്നെ പിടിച്ചിട്ട് ഞാൻ ചേച്ചി കാണാൻ പോവില്ലായിരുന്നോ? നീ എന്നെ മാത്രം കണ്ടാ മതി വൈകാ. അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ ആ പറഞ്ഞതിനെ തിരുത്തി കൊടുത്തു. എതിർത്തില്ല. അവൾ തനിക്ക് വേണ്ടിയാണ്, തന്നെ കാണാൻ വേണ്ടിയാണ് തിരക്കുകൾ മാറ്റിവെച്ച് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അവൾക്കറിയാം. 2 ദിവസം നീണ്ടുന്ന വിരഹത്തിന് പകരമായി ഒന്നിച്ച് ഇനിയുമേറെ നിമിഷങ്ങൾ. പിടയാതെ അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു. ഇനി ഉമ്മയ്ക്കേണ്ട. ചുണ്ടുകളിലേക്ക് ലക്ഷ്യം വെച്ച് വരുന്നവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ മാറിലേക്ക് മുഖം അമർത്തിയൊന്ന് കടിച്ചെടുത്തവൻ നോവോടെ എരിവൊലിച്ചു പോയവൾ. നീ ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ച് രസിക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നേരത്തെ മുതൽ അടക്കി പിടിച്ചൊരു സങ്കടം അവളുടെ വാക്കുകളിൽ പ്രകടമായി. നിറയുന്ന കണ്ണുകളും വിതുമ്പി തുടങ്ങിയ ചുണ്ടുകളും. ദക്ഷ അവളെ നോക്കിയിരുന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇനി അടുത്തതിനോട് പറയാൻ ആരെങ്കിലും കൊല്ലാനായിരിക്കും. അതുകൂടി ചെയ്യുന്ന ആളല്ലേ? എക്സാക്ട്ലി, നമുക്ക് അതിനും ട്രെയിൻ ചെയ്യണം. തീർത്തും ഗൗരവത്തോടെ അവൾ പറഞ്ഞതിനെ ശരിവെക്കുമ്പോൾ അവൻ പറഞ്ഞതും പീലി അവനെ കണ്ണുമിഴിച്ച് നോക്കി. ഭഗവാനെ, ഇതിന് ഞാൻ അതൊക്കെ സ്വന്തം ചെയ്താൽ മതി. എന്നെ കൊന്നാലും ശരി, ഞാൻ അതിനൊന്നും നിന്നിരില്ല. ദൈവത്തിന്റെ പേരിട്ട് ആളെ കൊല്ലുന്ന പോരാ, എന്നെ കൂടി പഠിപ്പിക്കാതെ കുഴപ്പം കൂടിയുള്ളൂ. അത്രയും നേരമുണ്ടായിരുന്ന പേടിയൊക്കെ മാറ്റിവെച്ച് പീലി ഒന്ന് ഞൊടിഞ്ഞു പോയി. ദക്ഷിണാവിൽ നിന്ന് കണ്ണുകൾ അകറ്റാനേ തോന്നിയില്ല. ആര് സംസാരിക്കും തനിക്ക് മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെയൊക്കെ ഇത്രയും ധൈര്യത്തോടെ?
അവകാശത്തോടെ, സ്വാതന്ത്ര്യത്തോടെ. ആ ഒരു ചിന്തയോടെ ദക്ഷ അവളെ നോക്കിയിരുന്നു. സമയം കടന്നു പോകും തോറും പീലിയുടെ പിണക്കവും കൂടി വന്നു. വീർപ്പിച്ചു പിടിച്ച അവിടെ കവിളുകളും തന്നിൽ നോട്ടമിടയുമ്പോൾ മാത്രം കോർത്തു വരുന്ന കരിമിഴി എഴുതിയ മിഴികളും. ഈ പിണക്കം എനിക്ക് സ്വന്തമാക്കാൻ തോന്നുന്നുണ്ട് വൈക. പിണങ്ങി നിൽക്കുന്ന നിന്നെ ഇണക്കിയെടുക്കാൻ തോന്നുന്നുണ്ട്. അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിക്കുന്നതിനൊപ്പം സോഫയിലേക്ക് തന്നെ ചായച്ച കിടത്തിക്കൊണ്ട് ആ കണ്ണിലേക്ക് ഉറ്റു നോക്കിയവൻ. പീലി അവിടെ കണ്ണുമിഴിച്ച് നിൽക്കുന്നുണ്ട്. ദക്ഷ അവളിലേക്ക് ചാഞ്ഞ് മെല്ലെ ചുംബിച്ചു തുടങ്ങിയതും നാവിലറിയുന്ന വോഡ്കയുടെ രുചിയിലും മണത്തിലും മുഖം ചുളിച്ചു പോയി. ഈ മണം കൊള്ളില്ല, എനിക്ക് ഇഷ്ടമായില്ല എന്തെന്ന പോലെ തന്നെ നോക്കുന്നവനെ അറിയേ ഒട്ടൊരുക്കിയതപ്പോടെയാണെങ്കിലും പീലി പറഞ്ഞു നിർത്തി. നിന്റെ ചേച്ചിയെ കാണണം, വിശേഷങ്ങളൊക്കെ അറിയണം അല്ലേ? അതിന് മറുപടിയായി അവൻ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. ചിരിക്കണോ കരയണോ എന്നറിയാത്ത പോലെ പീലി അവനെ നോക്കി. ഡ്രിങ്ക്സ് കഴിച്ചിട്ട് ആദ്യമായിട്ടല്ല അവളെ ചുംബിക്കുന്നത്. അന്നൊന്നുമില്ലാത്തൊരു രുചി പ്രശ്നം ഇപ്പോൾ വന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും കാരണം. വേണമെങ്കിലേ ഇത്തിരി നേരം മതി, ഇനിയും കുളിച്ചു മാറ്റിയെങ്കിലും പോകാൻ വയ്യാത്തതുകൊണ്ട് ഇന്നിപ്പോൾ തന്നെ 2 തവണ കുളിച്ചു. അവനെ നോക്കി കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. എവിടെയോ ഒരു പുഞ്ചിരി അവനെ തത്തിക്കളിച്ചു. ഇങ്ങനെ ഒരു പെണ്ണ് ഇവളാണോ ഏട്ടനെ തേടി ഇത്രയും ദൂരം വന്ന് തൻ്റെ മുമ്പിലായി വന്ന് ഇന്ന് യാചിച്ച് പലപ്പോഴും തന്നെ എതിർക്കാനുള്ള ധൈര്യം കാണിച്ചത്? എൻ്റെ മയ്യേട്ടനല്ലേ, ഇത്രയും ദൂരം ചേച്ചിനെ കാണാൻ വന്നിട്ട് ഒന്നും മിണ്ടാതെ പോകുന്നത് ശരിയല്ലല്ലോ. തന്നാലാവും ഇത് അവനെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് പെണ്ണിന്റെ പറച്ചിൽ. ദക്ഷ അവളെ നോക്കി കടുപ്പിച്ചൊന്ന് മൂളിക്കൊണ്ട് മാറിക്കൊടുത്തു. നേരത്തെ ഒരു ചിരിയോടെ എഴുന്നേറ്റ് ഉലഞ്ഞുപോയ വസ്ത്രവും മുടിമൊന്ന് ഒതുക്കി വെച്ച് അവനെ നോക്കി ചിരിച്ചു. ദക്ഷ അവളെ വെറുതെ നോക്കിക്കൊണ്ട് ഷർട്ടിന്റെ ബാക്കി ബട്ടൺസ് അഴിച്ചു മാറ്റാൻ തുടങ്ങിയതും പീലി ചിരിയോട് അവനോട് ഒട്ടി നിന്നുകൊണ്ട് ആ ജോലി ഏറ്റെടുത്തു. ഒരുപാട് വൈകിയ പിടിച്ചെടുത്തോണ്ട് വരുന്ന അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മുരളുന്ന പോലെ പറഞ്ഞിട്ടു അവളുടെ ചുണ്ടിലെ ചിരി മാങ്ങില്ല. ടാറ്റു ചെയ്ത നെഞ്ചിലേക്ക് മുഖം അടുപ്പിച്ചൊന്ന് മുത്തിക്കൊണ്ട് പെണ്ണ് വേഗം പുറത്തേക്ക് പാഞ്ഞു. അവിടെ ഓട്ടവും പ്രവൃത്തിയും നോക്കുന്നവൻ തലയൊന്ന് കുടഞ്ഞു പോയി. പിന്നെ ദേഷ്യത്തോടെ വോഡ്കയുടെ ഗ്ലാസ് നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിച്ചു. ഒട്ടും ആഗ്രഹമില്ലാഞ്ഞിട്ടും അവിടെ ആവശ്യത്തിന് മുമ്പിൽ, സന്തോഷത്തിന് മുമ്പിൽ മൗനം പാലിക്കേണ്ടി വന്നതിൻ്റെ ദേഷ്യം അതൊരിക്കലും അവളോടല്ലെന്ന് മാത്രം. മാൻഷനിലേക്ക് പച്ചക്കറിയും മറ്റു വസ്തുക്കളും കൊണ്ടുവരുന്ന ട്രക്കിലായിരുന്നു വൈദുവിൻ്റെ ശ്രദ്ധ മുഴുവൻ. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് സഹായിക്കാൻ മറ്റു മേടുകൾക്കൊപ്പം വൈദു ആ ട്രക്കിനടുത്തേക്ക് ചെന്നു. CCTV ഉള്ള ഭാഗമാണ് അവിടെ. 24 മണിക്കൂറും CCTV റൂമിൽ ഗാർഡ്സും ഉണ്ടാവും. ഇവിടെയുള്ള ഓരോരുത്തരുടെയും നീക്കങ്ങൾ വാച്ച് ചെയ്യുന്നുമുണ്ടാവും. ഉള്ളിലുള്ള പേടിയുണ്ടെങ്കിൽ പോലും അത് പുറത്തു കാണിക്കാതെയായിരുന്നു വൈദുവിൻ്റെ ഓരോ നീക്കവും. ട്രക്കിൽ നിന്നിറക്കിക്കൊണ്ടുപോകുന്ന ഓരോ കൊട്ടയിലേക്കും അവൾ ശ്രദ്ധയോടെ നോക്കി നിന്നു. ഇടയ്ക്കെപ്പോഴും അവിടെ നോട്ടം അറിയാതെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ട്രക്ക് ഡ്രൈവറിലേക്ക് ചെന്നു. ആദ്യമൊന്ന് വിളറിപ്പോയെങ്കിലും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സിന്റെ കുട്ടയിൽ മാംഗോ ഇരിക്കുന്ന ഭാഗത്തേക്ക് ആരും അറിയാതെ കണ്ണ് കാണിച്ചു. അത് കണ്ടതും എന്തോ മനസ്സിലായതുപോലെ അവളുടെ കണ്ണുകൾ തിളങ്ങി. പിന്നെ അധികം നേരം അവിടെ നിൽക്കാതെ അകത്തേക്ക് പോയി. സർ, പീലിയില്ലാതെ ആ റൂമിലിരിക്കാൻ തോന്നാത്തതുകൊണ്ട് തിരിച്ച് ഓഫീസിലേക്ക് തന്നെ വന്നതാണ് അവൻ. സേവി വിളിക്കുന്ന കേട്ടതും കണ്ണടച്ച് ചേറിൽ ചാരിക്കണമെന്നവൻ സേവിയെ കേൾക്കാനെന്ന പോലെ ഒന്ന് നോക്കി. സർ, ഫോൺ കോളും മെയിൽസ് മെസ്സേജൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി സർ. പക്ഷെ അതിലൊന്നും വിചാരിക്കുന്ന പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ടും മയൂരക്ക് ഉണ്ടായിട്ടില്ല. വൈദേഹിയുടെ കാര്യവും അതെ. സേവി ഉറപ്പോടെ പറഞ്ഞു. ദക്ഷ അവനെ നോക്കിക്കൊണ്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് വിൻഡോയുടെ അടുത്തേക്ക് നടന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. സേവി അവനെ തന്നെ നോക്കി നിന്നു. ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അവൻ്റെ പക്കലുണ്ടാവുമെന്ന് സേവിക്ക് ഉറപ്പായിരുന്നു. ചെക്കർ മെയിൽ ഡ്രാഫ്റ്റ്, അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ മെയിൽസ് ബാക്കപ്പ് ചെയ്തെടുക്കണം. കുറച്ചു നേരത്തിന് ശേഷം ദക്ഷ പറഞ്ഞു. സേവി അവനെ എന്തിനെന്നൊരു ചോദ്യത്തോടെ നോക്കി. മയൂരയുടെ മെയിൽ ഐഡിയും പാസ്വേഡും അറിയുന്ന ഒരാൾക്ക് അവൾ ഡ്രാഫ്റ്റിൽ ഒരു മെയിൽ സേവ് ചെയ്ത് വെച്ചാൽ അതിനെ സേഫായി സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. അവരുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ തന്നെയായിരിക്കും. സേവിയുടെ ചോദ്യത്തിന് മറുപടിയായി അവൻ പറഞ്ഞതും സേവി അത്ഭുതത്തോടെ അവനെ നോക്കി. ഇങ്ങനെ ഒരു കാര്യം തങ്ങളാരും ചിന്തിച്ച് നോക്കിയതേയില്ല. പക്ഷേ സർ, ഒരു കാര്യം കൂടി. അല്പം ഒന്ന് പരിങ്ങിയാണെങ്കിലും സേവി അറിയാനുള്ള ത്വരയോടെ അവനെ നോക്കി. ഇപ്പുറത്തുനിന്നുള്ള മൗനം അതൊരു സംബന്ധം തന്നെയാണ്. എന്തിനാ സാർ എല്ലാവരും അവരിങ്ങനെ ബാക്കി വെക്കുന്നത്? അത് ദോഷം ചെയ്യുന്ന മാമിനാണെന്ന് സാറിനറിയാലോ. ദെൻ വൈ? കാരണമില്ലാതെ ഒരാളെ കൊല്ലാൻ പറ്റുമോ സേവിയറെ? അങ്ങനെ കൊന്ന് രസിക്കാൻ ഞാനൊരു സൈക്കോപാത്തല്ല. പറയുമ്പോൾ ദക്ഷിന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങുന്നത് സേവി കണ്ടു. ആരെയും പേടിപ്പെടുത്തുന്ന പോലൊരു തിളക്കം. അതെ, അവനൊരു കാരണം വേണം. ആർക്കും ചോദ്യം ചെയ്യാൻ നാവുയരാത്ത വിധമൊരു റീസൺ.
അതും ആ ഒരുവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. അതിനാണ് DM കാത്തിരുന്നത്. ഇന്ന് ആ കാത്തിരിപ്പിൻ്റെ അവസാനമാണ്. DMന്റെ സാമ്രാജ്യത്തിൽ കയറി കളിച്ചവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം. ഗായത്രി ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതും റൂമിൽ തന്നെയും കാത്തിരിക്കുന്ന പീലിയേക്കാണ് അവളിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾക്കടുത്തേക്ക് നടക്കുമ്പോൾ പീലിയുടെ നെറുകയിലെ സിന്ദൂരവും കഴുത്തിൽ കിടക്കുന്ന മംഗൾസൂത്രവും എല്ലാം കാണെ ഇതൊക്കെ വിഷ്ണു അറിഞ്ഞാൽ എത്രമാത്രം അവൻ വിഷമിക്കുമെന്ന് അവൾ ഓർത്തുപോയി. അനിയത്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഏട്ടൻ, അവളുടെ പഠിത്തം, ജോലി, എല്ലാത്തിനുമൊപ്പം അവസാനം അവളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾക്ക് കൈപിടിച്ചു കൊടുക്കണമെന്നുകൂടി അവൻ കണ്ട സ്വപ്നങ്ങളിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പെങ്ങൾ സുമംഗലിയായതുപോലും അറിയാതെ ഇവിടുത്തെ ഏതോ ജയിലിനുള്ളിൽ അവൻ. ഓർക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു ഭാരം നിറയുന്ന പോലെ. തന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുള്ള ആളാണെങ്കിൽ പോലും വെറുക്കാനായിട്ടില്ല ഇന്നും. ദേഷ്യമുണ്ട്, സങ്കടവും. അത് മരിക്കുമ്പോൾ ഉള്ളിൽ തന്നെ കാണും. ചേച്ചി എന്താ ആലോചിക്കുന്നേ? പീലിയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിലാണ് ഇപ്പോഴും അവൾ നോക്കിയെന്തോ ആലോചിച്ച് നിൽപ്പാണെന്ന് ഗായത്രി ഓർത്തത്. തന്നെ സംശയത്തോടെ നോക്കുന്നവൾക്കായി പതിയെ ഒരു പുഞ്ചിരി സമ്മാനിച്ചവൾ. നിന്നെക്കുറിച്ച് തന്നെയാ മോളെ, നീ ഇങ്ങനെ തനിച്ച് ഇതുപോലെ സ്ഥലത്ത് വന്നതെന്ന്. ഞാനറിയുന്ന പീലിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. കോളേജിൽ ആദ്യത്തെ ദിവസം ബസ് കയറി പോകാൻ പേടിയാണെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച ആളല്ലേ. ഗായു അടുത്തേക്ക് ചെന്ന് കുറുമ്പോടെ പറഞ്ഞതും പീലിയും മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. അന്നൊക്കെ എനിക്ക് താങ്ങാവാൻ എൻ്റെ ഏട്ടനുണ്ടായിരുന്നില്ല ചേച്ചി. ഞാൻ തനിച്ചായിരുന്നില്ലല്ലോ. ചിരിയോടെയാണ് പറയുന്നതെങ്കിലും ആ വാക്കുകളിൽ അവൾ ഒളിപ്പിച്ചു വെച്ച സങ്കടം ഗായുവിന് മനസ്സിലായി. അവൾക്കൊരു താങ്ങാവേണ്ടതിനു പകരം താനും കൂടി അവളെ തനിച്ചാക്കിയല്ലോ എന്നൊരു സങ്കടവും കുറ്റബോധവും ഗായുവിന് തോന്നി. മോളെ, ചേച്ചിയെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല. ചേച്ചി എനിക്കറിയാം. ചേച്ചിയുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്കറിയുന്നല്ലേ. പിന്നെ ഭാസ്കരമാമയെ ഒത്തിരി ശ്രമിച്ചല്ലായിരുന്നു. എന്നിട്ടും ഏട്ടനെ കുറിച്ചൊന്നും അറിയാതെ ഒന്നുണ്ടല്ലേ. പക്ഷെ എനിക്കങ്ങനെ ആശ്വസിക്കാൻ പറ്റില്ലായിരുന്നു ചേച്ചി. എനിക്കെൻ്റെ ഏട്ടൻ മാത്രമല്ലേ ഉള്ളൂ. ഏട്ടല്ലേ പിന്നെ ആത്മഹത്യ എന്നൊരു വഴിയേ എനിക്കുണ്ടായിരുന്നുള്ളൂ. മോളെ നീ... ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ വിശ്വസിക്കാനാവാതെ ഗായു അവളെ വിളിച്ചുപോയി. പീലി മുഖം കുനിച്ചിരുന്നതേയുള്ളൂ. സത്യമാണ്, ആ ഒരു തീരുമാനത്തിലെത്തുന്നതിന് മുമ്പുള്ള ശ്രമം എൻ്റെ ഏട്ടൻ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം. മരിക്കാൻ തീരുമാനിച്ചവൾക്ക് പിന്നെന്ത് പേടിക്കാനയച്ചി? അപ്പം തോന്നുന്നൊരു ധൈര്യം ഉണ്ടാവില്ലേ? അതെന്നെ ഇവിടെ എത്തിച്ച്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് ഒട്ടും സങ്കടമില്ല, പരാതിയോ പരിവോ ഒന്നുമില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ എനിക്കെൻ്റെ മഹിയേട്ടനെ കിട്ടിയത്. അത്രയും നേരം സങ്കടം നിറഞ്ഞെന്നവളുടെ മിഴികൾ പൊടുന്നതിന് ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്നത് ഗായു അത്ഭുതത്തോടെ കണ്ടു. ഒരു പ്രണയിനിയുടെ കണ്ണിൽ വിരിയുന്ന തിളക്കം. നിനക്ക് പേടിയില്ലേ പീലി? DM. ഗായു ആ ചോദ്യം പാതിയിൽ നിർത്തിക്കൊണ്ട് തന്നെ അനിയത്തിയെ ദയനീയമായി നോക്കി. പീലി അറിയാതെ പുഞ്ചിരിച്ചു പോയി. ചേച്ചി പറഞ്ഞ DMനെ എനിക്ക് നല്ല പേടിയാ. ശരിക്കും ഒരു അനിമൽ തന്നെയാ. പക്ഷെ എൻ്റെ മഹിയേട്ടൻ പാവ. എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും മെരുക്കിയെടുക്കാനൊക്കെ ഇത്തിരി പാടായിരുന്നു. എന്നാലും നമ്മുടെ പ്രണയം സത്യമാണെങ്കിൽ, ആ പ്രണയത്തിന് വേണ്ടി എന്തോ സഹിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചിട്ടും ചേച്ചി. എൻ്റെ അനുഭവം. ഇന്നിപ്പോൾ പീലിങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ. ചേച്ചി പറഞ്ഞ DM. തനിക്ക് മുന്നിൽ ഇരിക്കുന്ന പീലിയെ ഗായത്രിക്ക് ആ നിമിഷം മറ്റാരെയോ പോലെ തോന്നിച്ചു. മറ്റൊന്നും പറഞ്ഞ് അവിടെ സന്തോഷം ഇല്ലാതെയാക്കാൻ തോന്നിയില്ല. വിഷ്ണു ഇതൊക്കെ അറിഞ്ഞാലും പീലിയുടെ സന്തോഷത്തിനൊപ്പം നിൽക്കുമെന്ന് ഗായുവും വിശ്വസിച്ചു. ഇനി ചേച്ചി വിശേഷങ്ങളൊക്കെ പറ. മാമിയും അപ്പച്ചിയെല്ലാം അറിഞ്ഞു കാണൂലേ? എന്നോട് ദേഷ്യമായി അവർക്ക്? അറിഞ്ഞു, പക്ഷെ ആർക്കും ദേഷ്യമൊന്നുമില്ല പീലി. ഇതുപോലെ സാഹചര്യത്തിൽ നിന്നെ തനിച്ചാക്കില്ലെന്ന പേടിയും സങ്കടവും കുറ്റബോധവും മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛമ്മയോടൊന്നും പറഞ്ഞിട്ടുമില്ല. വിഷ്ണുവേട്ടൻ വന്നിട്ട് നീ നിന്റെ മയ്യേട്ടനെയും കൂട്ടി നേരിട്ട് എന്നെ അച്ഛമ്മയ്ക്കാണ്ട് പറഞ്ഞാൽ മതി. ഗായു അവൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും പെണ്ണിന്റെ മുഖം പൂനില ഉദിച്ചതുപോലെ തെളിഞ്ഞു. ഗായു പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ളിലെ വലിയൊരു ആദിയാണ് ഇല്ലാതെയാവുന്നത്. ഏട്ടനെല്ലാം അംഗീകരിച്ച് തങ്ങളൊന്നിച്ചുള്ള ജീവിതമൊക്കെ അവൾ സന്തോഷത്തോടെ ഓർത്തുപോയി. ഇതേ സമയം സേവ്യറിന്റെ കാര്യം പീലിയോട് എങ്ങനെ പറയണമെന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ഗായത്രി. എന്നാലും പറയാതെ പറ്റില്ലല്ലോ. പീലി ഒരുവിധം ധൈര്യം വീണ്ടെടുത്ത് ഗായു അവളെ വിളിച്ചതും പീലി എന്താ എന്ന പോലെ ഗായുവിനെ നോക്കി. ഞാനൊരു കാര്യം പറയട്ടെ? എന്തിനാ ചേച്ചി ഇങ്ങനെ മുഖവരിയൊക്കെ? എന്നോട് എന്തെങ്കിലും പറയുന്നതുപോലെ അനുവാദമൊക്കെ വേണോ? പീലി നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചതും എന്ത് മറുപടി പറയണമെന്നറിയാതെ അവളെ ദയനീയമായി നോക്കി ഗായു. പിന്നെ ആഞ്ഞൊന്ന് ശ്വാസം എടുത്ത് വിട്ടു. പീലി ഇതൊക്കെ കണ്ട് അവൾ മിഴിച്ച് നോക്കുന്നുണ്ട്. പീലി മോളെ, ഞാൻ എൻ്റെ കല്യാണത്തിൽ നിന്ന് എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ. ഗായു പറഞ്ഞു തുടങ്ങിയതേ പീലിയുടെ മുഖമൊന്നിരുണ്ടു. മറന്നുപോയ ആ കുഞ്ഞു ദേഷ്യം വീണ്ടും തലവെക്കുന്ന പോലെ. അച്ഛൻ്റെ അമ്മയുടെ ആണ്ടുപോലും കഴിയാതില്ലായിരുന്ന വിവാഹം. അപ്പം പിന്നെ ഞാനെങ്ങനെയാ വരുന്നേ? തെളിയ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ച് പിടിച്ചവളോട് എന്ത് പറയണമെന്നറിയാതെയായി ഗായുവിന്.
എൻ്റെ പൊന്നല്ലേ, ചേച്ചി പറയുന്നത് കേൾക്ക്, എന്നിട്ട് ദേഷ്യം കാണിച്ചോ? അവളുടെ കയ്യിൽ പിടിച്ച് ഗായു കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. പീലി അവൾ നോക്കി വേണോ വേണ്ടെന്ന പോലെ ഒന്ന് മൂളി. അന്നെന്നെ കല്യാണം കഴിക്കായിരുന്ന മഹേഷ്, അയാൾ പോലീസൊന്നും ആയിരുന്നില്ല പീലി. പിന്നെ പീലിയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. അയാളൊരു ക്രിമിനലായിരുന്നു. DM-ന്റെ ഇന്ത്യയിലെ ബ്രാഞ്ചിൽ എവിടെയോ തിരിമറി നടത്തി അവിടുത്തെ സ്റ്റാഫിനെയും കുടുംബത്തെയും കൊന്ന് നാട് വിട്ട് വന്നതായിരുന്നു അയാൾ. ചേച്ചി, ഗായു ഒരു നിശ്വാസത്തോടെ പറഞ്ഞു നിർത്തിയതും പീലി ഒരു ഞെട്ടിലോടെ അവൾ വിളിച്ചുപോയി. എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞു വെച്ച ചേച്ചി എന്തിനാ അയാൾ തന്നെ കല്യാണം കഴിക്കാമെന്ന്? അയാൾ ചേച്ചി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? അയാളല്ല മോളെ, അയാളുടെ പേരും പറഞ്ഞ് കള്ളം പറഞ്ഞ് എന്നെ കല്യാണം കഴിച്ച മറ്റൊരാളാ. ഗായു പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവാതെ പീലി അവളെ സംശയത്തോടെ നോക്കി. ആളെ നീ കണ്ടിട്ടുണ്ട്, പറഞ്ഞാൽ നീ അറിയും. ആരാ? DM-ന്റെ PA സേവ്യർ ജോൺ. എന്താ? കണ്ണിലിറുക്കി അടച്ച് ഗായു ആ പേര് പറഞ്ഞതും ആ 4 ചുമരുകൾക്കുള്ളിൽ പീലിയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു പോയി. ഗായു കണ്ണു തുറന്ന് നോക്കുമ്പോഴും ഞെട്ടലോടെ കണ്ണും തള്ളി നിൽക്കുന്നുണ്ട് പീലി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.